45 മിനിറ്റിൽ ഒരിക്കൽ 10 സ്ക്വാട്ട് ചെയ്താൽ 30 മിനിറ്റ് നടക്കുന്നതിനേക്കാൾ നല്ലതോ? പുതിയൊരു പഠനം പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്താലോ? നമ്മളിപ്പോൾ 45 മിനിറ്റുകൾ ഒരിക്കൽ വെറും 10 സ്ക്വാട്ട് ചെയ്താൽ ഒരുമിച്ച് 30 മിനിറ്റ് നടക്കുന്നതിനേക്കാൾ രക്തത്തിലെ പഞ്ചസാര തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? ഇതൊരു പുതിയ പഠനത്തിൻ്റെ കണ്ടെത്തലാണ്. പക്ഷെ അതിന് യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് നോക്കാം. 2024 നടത്തിയൊരു പഠനത്തിൽ അമിതവണ്ണമുള്ള 18 പുരുഷന്മാരെ ഉൾപ്പെടുത്തി. അവരെ 4 ഗ്രൂപ്പുകളായിട്ട് പരിശോധിച്ചു. ഒന്ന് തുടർച്ചയായിട്ട് ഇരിക്കുന്നു, ഒരുമിച്ച് 30 മിനിറ്റ് നടക്കുന്നു, ഓരോ 45 മിനിറ്റിലും ചെറിയ സ്ക്വാട്ട് എക്സസൈസ് ചെയ്യുന്നു, ഓരോ 45 മിനിറ്റിലും ഒരു വിഭാഗം ഓരോ 45 മിനിറ്റിലും ചെറിയ നടത്തം പാസ്സാക്കുന്നു, മറ്റൊരു വിഭാഗം ഓരോ 45 മിനിറ്റിലും 10 സ്ക്വാട്ട് ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള ചലനവും ഇരിക്കുന്നതിനേക്കാൾ നല്ലതായിരുന്നു. എന്നാൽ ഓരോ 45 മിനിറ്റിലും സ്ക്വാട്ട് ചെയ്തവർക്ക് ഭക്ഷണശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം ഏകദേശം 40% വരെ മെച്ചപ്പെട്ടു എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സ്ക്വാട്ട് ചെയ്യുമ്പോൾ തുടയിലെയും നിധബന്ധത്തിലെയും വലിയ പേശികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ പേശികൾ രക്തത്തിലെ ഗ്ലൂക്കോസ് ഊർജ്ജമായി ഉപയോഗിക്കുന്നു. ദിവസം മുഴുവൻ ഇടവിട്ട് ഈ പേശികൾ പ്രവർത്തിപ്പിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര കൂടുതൽ കാര്യക്ഷമമായി കുറയാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നടക്കേണ്ടതില്ല എന്നാണ് അർത്ഥം. അങ്ങനെയല്ല. നടത്തം എന്നും ഏറ്റവും മികച്ച വ്യായാമം തന്നെയാണ്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ശരീരഭാരം നിയന്ത്രിക്കാൻ, രക്തസമ്മർദ്ദം കുറക്കാൻ, മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ, പ്രമേഹ സാധ്യത കുറക്കാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഓരോ 45 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, 10 സ്ക്വാട്ട് ചെയ്യുക, അല്ലെങ്കിൽ 2-3 മിനിറ്റ് നടക്കുക, കാലുകൾ നീട്ടുക, സ്ട്രെച്ച് ചെയ്യുക. ഇത് രക്തത്തിലെ പഞ്ചസാരയും ശരീരത്തിൻ്റെ മെറ്റബോളിസവും മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളതാണ്. ഈ പഠനം നൽകുന്ന പ്രധാന സന്ദേശം എന്താണ്? നടക്കരുത് എന്നല്ല, മണിക്കൂറുകൾ തുടർച്ചയായി ഇരിക്കരുത് എന്നാണ്. ഇടയ്ക്കിടെ എഴുന്നേറ്റ് ശരീരം ചലിപ്പിക്കുക, ദിവസവും നടക്കുക, ആഴ്ചയിൽ ശക്തിവർദ്ധക വ്യായാമങ്ങൾ ചെയ്യുക. ആരോഗ്യമുള്ള ജീവിതത്തിലേക്കുള്ള ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ നൽകുമെന്നുള്ളതാണ്.